കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരികൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകാൻ സാധിക്കുന്നത് തന്നെ ഏവർക്കും വളരെയധികം ഭഗവാന്റെ അനുഗ്രഹം ഉളവാക്കുന്ന കാര്യമാണ്. ഒപ്പം നമുക്ക് ദൈവാധീനം തോന്നിക്കുന്ന ഒരു അവസ്ഥയുമാണ്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ പരിസരത്തെത്തിയാൽ തന്നെ നമുക്ക് അത് അനുഭവപ്പെടാറുണ്ട്. അകത്ത് കയറി ഭഗവാനെ തൊഴുതതിന് ശേഷം നമുക്ക് തോന്നുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണല്ലോ. മഹാചൈതന്യമുള്ള ആ ഭഗവത് സന്നിധിയിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു അനുഭവം തന്നെയാണത്. ഇന്നത്തെ ഉച്ചപൂജ കാണാനും തൊഴാനും സാധിച്ചതിൽ ഉള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. ഇന്ന് ഭഗവാൻ ഊഞ്ഞാലിലാണ്. പൊന്നൂഞ്ഞാലിലിരിക്കുന്ന ഭഗവാനെ കണ്ണിറിയെ കണ്ടു. ശോഭയോടുകൂടിയ പുഞ്ചിരിയോടുകൂടിയ നമ്മുടെ ഉണ്ണിക്കണ്ണനെ കണ്ണിറിയെ കാണാൻ സാധിച്ചു. ഇന്നത്തെ പൊന്നൂഞ്ഞാലിലുള്ള അലങ്കാരം വളരെ ദൂരത്തു നിന്ന് പോലും നന്നായിട്ട് ഭഗവാനെ ദർശിക്കാൻ സാധിക്കുമായിരുന്നു. സാധാരണയായ തിരക്ക് ഉണ്ടെങ്കിലും അകത്ത് ദർശനം സാധിച്ചു. വളരെ നല്ല അനുഭവമായിരുന്നു. ക്യൂവിൽ നിന്ന് തൊഴുത് അടുത്തെത്തിയപ്പോൾ തന്നെ സന്തോഷമായി. അപ്പത്തിൻ്റെ അരികിൽ നിന്ന് എനിക്കും ഹസ്ബൻഡും നല്ലോണം തൊഴാൻ സാധിച്ചു. ഒരത്ഭുതം എന്താണെന്ന് വെച്ചാൽ, നടന്നു നീങ്ങുമെന്ന പല്ലവിക്ക് പകരം വേറെ ഒന്നാണ് ഞാൻ കേട്ടത്. അതായത് ഞാൻ തൊഴുത് ശകലം അങ്ങോട്ട് നീങ്ങി, തൊഴുത് നീങ്ങിയല്ലോ, ഒരുപാട് ഭക്തർ ക്യൂ നിൽക്കുമല്ലേ. അന്നേരം ഞാൻ തൊഴുത് ശകലം നീങ്ങിയപ്പോഴത്തേക്കും ആ സോപാനത്തിൻ്റെ അടുത്ത് നിന്ന് കാവൽക്കാരിൽ ഒരാൾ പറഞ്ഞു, സ്ത്രീയാണത്. അവർ പറഞ്ഞു, തൊഴുതായിരുന്നോ? ഞാൻ പറഞ്ഞു, അതെ. ഒന്നുകൂടി തൊഴുതോളൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട് ഇങ്ങോട്ട് നീക്കി നിർത്തി. അന്നേരം ഞാൻ നല്ലപോലെ ഒന്നുകൂടി ഭഗവാനെ കണ്ട് പൊന്നൂഞ്ഞാലിരിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ നല്ലപോലെ കണ്ട് തൊഴുതു. ഈ തിരക്കിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരിക്കൽ കൂടി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ് തൊഴാൻ എനിക്ക് സാധിക്കും എന്നുള്ളത്. ഭഗവാൻ ഇച്ഛിക്കുന്നതാണല്ലോ പുറത്ത് നടക്കുന്നത്. എന്തു തന്നെയായാലും നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാൻ അറിയാതെ ഒരു ഇല പോലെ അനങ്ങില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ തന്നെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിലും അത് ഭഗവാന്റെ ഇച്ഛ മൂലമാണെന്ന് മാത്രം നമ്മൾ ഓർക്കുക. എന്ത് വിഷമം തന്നെയാണെങ്കിലും നമ്മൾ ഭഗവാന്റെ തൃപ്പാദത്തിൽ ആ വിഷമം അർപ്പിക്കുക. അന്നേരം നമുക്ക് അതിനു വേണ്ട കാര്യങ്ങൾ ഭഗവാൻ നമുക്ക് ചെയ്തു തരും. അതിൽ യാതൊരു സംശയമില്ല. വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുന്ന ഭക്തരുടെ കൂടെയാണ് ഭഗവാൻ. ഇവർക്കും പൊന്നൂഞ്ഞാലിലാടുന്ന പൊന്നുണ്ണിക്കണ്ണൻ്റെ നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.